ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠമായ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളിൽ നിന്നും പകുതി പിന്നിടുകയാണ്. നമ്മൾ എത്ര പേര് ഇതിൻ്റെ പകൽ നോമ്പെടുത്തു, ദിക്റുകളും മറ്റുള്ള അമലുകളൊക്കെ ചൊല്ലി എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അക്സിറു ഫീഹിന്ന, നിങ്ങൾ അധികരിപ്പിക്കുക. മിനത്ത് തഹ്ലീലി, തഹ്ലീലുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. വത്തക്ബീരി, തക്ബീർ നിങ്ങൾ അധികരിപ്പിക്കുക. ഫഇന്നഹാ അയ്യാമുത്ത് തഹ്ലീൽ, നിശ്ചയമായിട്ടും ഈ ദിവസം തഹ്ലീലിന്റെ ദിവസങ്ങളാണ്. വത്തക്ബീരി വദിക്രില്ല, തക്ബീറിന്റെയും അല്ലാഹ് എന്നുള്ള ചിന്തയിൽ ഇരിക്കേണ്ട സമയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ധാരാളം ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലണം. എന്നിട്ട് ശ്രേഷ്ഠമായ ഈ ദിവസങ്ങളെ ഒന്ന് നാം ഉപയോഗപ്പെടുത്തണം. അഹബ്ബൽ കലാമി ഇലല്ലാഹി അർബഉൻ, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കലാമുകൾ 4 എണ്ണമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 കലാം അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. നമ്മൾ ധാരാളം അത് ചൊല്ലുക. ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, ഇത് നമ്മൾ ചൊല്ലിയാൽ ഒരു വിധത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും നമുക്കുണ്ടാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് ധാരാളം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള തഹ്ലീൽ നമുക്ക് ചൊല്ലാം. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാ എന്ന് ചൊല്ലാം. ഇത് 4 ഒരുമിച്ച് കൂടുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ദിക്ർ നമുക്ക് ചൊല്ലാൻ കഴിയുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നമ്മൾ അമൽ ചെയ്യുമ്പോൾ വൽ അമല ഫീഹിന്ന യുദാഅഫു 700 ളഅഫിൻ, ഒരു അമലിന് ഒരു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ 70,000 കൂലി വരെ നമുക്ക് കിട്ടും. 700 കൂലി എന്തായാലും അല്ലാഹു തആല നമുക്ക് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് ഇരട്ടിയാൽ അത് 70 ഉള്ളത് 700ഉം 70,000 അപ്പുറവും അല്ലാഹു തആല നൽകുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ദിനരാത്രങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധമായ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ്. പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കുകയും അതിൽ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി രാത്രി സമയങ്ങളിൽ ഒരല്പമെങ്കിലും ഖുർആനൊക്കെ ഓതി സ്വതക്കകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, റമദാന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വതക്കക്ക് കൂലിയുള്ള വലിയ പ്രതിഫലമുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമ്പോൾ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹു തആല ചോദിക്കുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? നാളെ ഒരു ലോകം വരാനുണ്ടല്ലോ. ഇന്ന് അതിനെ പരലോകത്തെ നിഷേധിക്കുന്ന ദൈവനിഷേധികളായ ആളുകൾ, അതേപോലെ തന്നെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീർക്കുക എന്ന് പറയുന്ന ആളുകളൊക്കെ വർദ്ധിക്കുന്ന കാലമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെയൊക്കെ അമിതമായിട്ടുള്ള മൊബൈലിന്റെ ഉപയോഗം, ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ പരിശുദ്ധ ദീനിന്റെ പരിസരത്ത് നിന്നും പോവുകയാണ്. ജീവിതം ഒന്നേയുള്ളൂ, അടിച്ചു പൊളിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഇത്ര നല്ല ദിനരാത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ദിക്റിലും സ്വലാത്തിലും തസ്ബീഹിലും ആക്കിയിട്ട് അവരൊക്കെ നന്നാക്കി നമുക്ക് മുന്നോട്ട് നയിക്കണം, അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. ദീനിൽ അവരെ അടിയുറപ്പിച്ച് നിർത്തണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ഈമാനുള്ളവരാക്കി നമ്മളേവരെയും അള്ളാഹു മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.